അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അപ്പ് ഫോർ സെയിലാണ്. ഇത് വിൽക്കാനുള്ള വണ്ടിയാണ്. 2021 മോഡലാണ്, 2020 മാനുഫാക്ചർ. ഫണ്ണിലുള്ള വ്യത്യാസങ്ങളേ വരുള്ളൂ. ഫണ്ട് കുറവ് കൂടുതൽ അങ്ങനെയുള്ള കാര്യമേ ഉള്ളൂ. ഫണ്ണില്ലായ്മ ഒരിക്കലും വരില്ല. ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പിന്നിൽ കിടക്കുന്നത് 2021 മോഡൽ BMW 330i GT M സ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആദ്യമായിട്ട് പറയേണ്ടത്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വണ്ടി മേടിക്കാം. ഇതിപ്പോൾ സെയിലുള്ള വണ്ടിയാണ്. ആ കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ പറയാം. എന്തായാലും വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വണ്ടി വിശദമായി തന്നെ പരിചയപ്പെടാം. പരിചയപ്പെടാൻ പറയുമ്പോൾ ഞാൻ വണ്ടി നടന്ന് കാണിക്കാം. അതിനുശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് റോഡിലേക്ക് എടുത്ത് ഓടിച്ച് നോക്കാം. ഒരു ഇത്തിരി പ്രത്യേകതയുള്ളൊരു മോഡലാണിത്. ഇപ്പോൾ ഫ്രെയിംലെസ് ഡോർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ഇന്ന് നമുക്ക് 330i പരിചയപ്പെടാം. വരൂ. ഇതാണ് 330iൻ്റെ കീ. അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ എൻജിൻ സ്പെക്ക് പറയണം. BMW 330iക്കകത്ത് ഒരു പെട്രോൾ എഞ്ചിനാണുള്ളത്. ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ. ഈ ഒരു എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 248 PS ഏകദേശം 350 Nm ടോർക്കുമാണ്. അപ്പോൾ ഞാൻ ബോണറ്റും തുറക്കട്ടെ. ഹൈഡ്രോളിക് ഷട്ടുകളിൽ ഉയർന്നു നിൽക്കുന്ന ബോണറ്റ് ഷെല്ല് കാണാം. ആ ഒരു ഇൻസ്റ്റലേഷൻ ഉണ്ട്. കൂടാതെ BMW ടിൻ പവർ ടർബോ എന്ന് പറയുന്ന ആ ഒരു ടിൻ പവർ ടർബോയുടെ ഒരു ബാഡ്ജ് ഉണ്ട്. BMW ബാഡ്ജ് ഉണ്ട്. കൂടാതെ ഈ ഒരു ലൈൻസൊക്കെ കാണാം. 4 സിലിണ്ടർ അടയാളം, 4 സിലിണ്ടറിൻ്റെ ആ ഒരു കുത്തുകളായിട്ട് കാണാം. അപ്പോൾ ഇതാണ് എൻജിൻ ബേ എന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു എൻജിൻ ബേ ആണെന്ന് പറയാം. 4 സിലിണ്ടറാണ്. ഇപ്പോൾ 330i എന്ന് പറയുമ്പോൾ ആ ഒരു 4 സിലിണ്ടർ എഞ്ചിനുള്ള വണ്ടിയാണെന്നുള്ളത് BMW എന്തുവിശ്വാസികൾ അറിയാൻ പറ്റും. എന്നാലും ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. മുന്നിലാണെങ്കിൽ ആ ഒരു LED ഹെഡ് ലാംപ്സ് കാണാം. BMWൻ്റെ അഡാപ്റ്റീവ് LED ആണ്. തീർത്തും മൈന്യൂട്ടായ ഡീറ്റെയിലിംഗ് എല്ലാം ഉണ്ട്. ആ ഒരു കിഡ്നി ഗ്രില്ലിന് ബ്ലാക്ക് കളറിലാണ്, അതായത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഗ്രില്ലുള്ളത്. താഴെയായിട്ട് ആ ഒരു എഡാം ഉണ്ട്. അതിൻ്റെ ഇരുവശത്തും ഫോഗ് ലാമ്പ് ഉണ്ട്. ഹണിക്കോം പാറ്റേണൊക്കെ തന്നെ കാണാം. തീർത്തും ഭംഗിയുള്ള ഒരു വണ്ടി, ഒരിത്തിരി സ്പെഷ്യലായ വണ്ടി. അതാണ് ഈ ഒരു 330i M സ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി വശങ്ങളിലാണെങ്കിലും ആ ഒരു വീലിൻ്റെ ആ ഒരു ഭംഗിയുണ്ട്. അലോയിലിൻ്റെ ആ ഒരു 5x2, അതായത് ഏകദേശം 10 സ്പോക്ക് എന്ന് പറയാം, പക്ഷേ 5 സ്പോക്ക് അലോയെന്ന് പറയാം. ആ ഒരു അലോയിൻ്റെ വലുപ്പം കൂടാതെ 225 പ്രൊഫൈലുള്ള, അതായത് 6.8 പ്രൊഫൈലുള്ള 225 ടയർ ആ ഒരു വിട്ടും കാണാം. ഡിസ്ക് ബ്രേക്ക് കാണാം. ഇനി M സ്പോർട്ടിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. കൂടാതെ ഈ ഒരു വണ്ടിക്ക് 330iക്ക് ഈ ഒരു ഇൻസൈഡ് ഉണ്ട്. കൂടാതെ ഇത്രയും കൂടി ഒരു വലിയ ഒരു ബാക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂപ്പേ ലൈക്കാണ് അതിൻ്റെ ആ ഒരു പിൻവശം എന്ന് പറയുന്നത്. ആ ഒരു സ്കൂപ്പ്ഡ് പിൻവശവും ആ ഒരു വലിയ പിൻസീറ്റും കാണാം. അകത്തെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് കണ്ടോ, വലിയൊരു അലൂമിനിയം ബോർഡർ ഉണ്ട് ആ ഒരു വിൻഡോയ്ക്ക് ചുറ്റും. കൂടാതെ ആ ഒരു ബോഡി ലൈനും ആ ക്രീസിങ് എല്ലാം തന്നെ ഈ ഒരു വണ്ടിയുടെ മനോഹാരിത കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. താഴെ സ്കേർട്ട് പോലുള്ള ഭാഗം കാണാം. അത് മാത്രമല്ല പിന്നിൽ ആ ഒരു വീൽ ഉണ്ടോ, 225 ആ ഒരു ഫ്രണ്ടിലെ വീലിൻ്റെ വിട്ടെങ്കിൽ ഇത് 245. സ്റ്റാഗേർഡ് സെറ്റപ്പ് തന്നെയാണത്. മുകളിൽ സൺറൂഫ് ഉണ്ട്. എന്നാലും ആ ഒരു ബ്ലാക്ക് ഭാഗം എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് നല്ല മനോഹരമാണെന്നുള്ളതാണ്. കൂടാതെ ഷാർക്ക് ഫിൻ ആനിന് കൂടിയുണ്ട്. ഇനി പിന്നിൽ ആ ഒരു കൂപ്പേ ലൈക്കുള്ള ആ ഒരു വിൻഡോ കാണാം. ഡീഫോഗർ ഉണ്ട്. കൂടാതെ സ്പോയിലർ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ GT ആണ്. GT എന്നുള്ള ബാഡ്ജ് ഉണ്ട്. ഈ ടൈൽ ലാമ്പും LED ടൈൽ ലാമ്പാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ടൈൽ ലാമ്പാണ്. ഞാൻ ഈ ഒരു ബൂട്ടും തുറക്കാം. ആ ബൂട്ട് തുറക്കുമ്പോഴാണ് തീർത്തും ഒരു ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ നോച്ച് ബാക്ക് പോലുള്ളൊരു സെഡാനാണ് ഈ ഒരു വണ്ടി എന്നുള്ളത് മനസ്സിലാവുക, GT എന്നുള്ളത്. കൂടാതെ പിന്നിലെ സ്പെയർ വീൽ എന്ന് പറയുന്നത് ഒരു ബാഗിൽ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സംഗതി ഞാൻ പൊക്കുന്നില്ല. കൂടാതെ ഈ ഒരു ഹുക്കുകൾ കാണാം. ഇനി വലിയ ആ ഒരു ഷെയ്ഡ് ഉണ്ട്. ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഈ വിൻഡോയ്ക്ക് പകുതി ആ ഒരു ഗ്ലാസിൻ്റെ മുകളിലും പകുതി താഴെയായിട്ടുള്ള ആ ഒരു ഷെയ്ഡ് കാണാം. ഷെയ്ഡ് എന്ന് പറയുമ്പോൾ പാർസൽ ടേ എന്നും പറയാം. ഇനി ഈ ഒരു ഇലാസ്റ്റിക് ഉണ്ടോ. കൂടാതെ ഇത് ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്. പ്ലസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് കിറ്റിൻ്റെയാണ്. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആക്സ് ചെയ്യാം. ഇവിടെ ആ ഒരു 12 വോൾട്ട് സോക്കറ്റും കൂടി ഉണ്ടെന്നുള്ളതാണ്. പിന്നിൽ ടിൻ എക്സോസ് പൈപ്പ് കാണാം. കൂടാതെ ആ ഒരു ഫിനിഷ് ഉണ്ടോ, ആ ഒരു ഡാർക്ക് ഗ്രേ ഫിനിഷ് തീർത്തും മനോഹരമാണെന്ന് കാണാം. പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇനി ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ആ ഒരു ടോ ഹുക്കിൻ്റെ ബട്ടണാണ്. ആ ടോ ഹുക്ക് തുറക്കാനായിട്ട് ആ ഒരു പാഡ് തുറക്കണമെന്നുള്ളതാണ്. എന്നിട്ട് വേണം ടോ ഹുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട്. ഇതൊക്കെ എല്ലാ വണ്ടിക്കുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒത്തിരി കൂടി വൃത്തിയായിട്ട് കാണുമ്പോൾ ആ ഒരു കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. ഇനി ഈ ഒരു 330യുടെ അകത്ത് കയറുമ്പോൾ സീറ്റുകളുടെ കാര്യങ്ങളൊക്കെ തന്നെ പറയണം. അതായത് തീർത്തും ഭംഗിയുള്ള സീറ്റാണ്. മെമ്മറി ഫങ്ഷൻസ് ഉണ്ട്. കൂടാതെ തൈ സപ്പോർട്ട് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഇവിടെ ആ ഒരു ബട്ടൺസൊക്കെ കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനുള്ള ആ ഒരു ബട്ടൺസൊക്കെ ഉണ്ട്. കൂടാതെ ഈ ഒരു ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതിൽ തന്നെയാണ് സീറ്റിൽ എയർ ബാഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ BMWൻ്റെ എല്ലാ വണ്ടിക്കും കാണുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാൽ കൂടി കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള കുറേ അധികം എലമെൻറ്റ്സ് ഉള്ളൊരു വണ്ടി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ഒരു 330i കാണുന്നത്. ഈ ഒരു സീറ്റിൻ്റെ കൺട്രോൾസ് എല്ലാം ഇലക്ട്രിക് ആണെങ്കിലും ഈ തൈ സപ്പോർട്ട് നമ്മൾ വലിച്ച് എടുക്കുന്നത് മാനുവലായിട്ടാണ് എന്നുള്ളതാണ്. ഈ വണ്ടിക്ക് ഏറ്റവും മനോഹരമായത് എന്തെന്ന് വെച്ചാൽ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്രെയിംലെസ് വിൻഡോ ആണ്. അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴുള്ള ആ ഒരു ചെറിയ ആ ഒരു നീക്കമടക്കം ഒരിത്തിരി കൗതുകം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഡോർ പാഡും ആ ഒരു
ഡോർ ഹാൻഡിലും അതിൽ എലമെൻ്റൊക്കെ കണ്ടില്ലേ, ഒരു അലുമിനിയം ഫിനിഷ് ഉണ്ട് ഇവിടെ. കൂടാതെ ഇതാണ് ആ സ്വിച്ചുകൾ, ഇതാ ഒരു ക്രോം ഫിനിഷ്ഡാണെന്നുള്ളതാണ്. വലിയ ബോട്ടിൽ ഹോൾഡറും വലിയ ആ ഒരു സ്പേസും കാണാം. എം സ്പോർട്ടിൻ്റേതായിട്ടുള്ള ആ ഒരു സിൽ പ്ലേറ്റ് ഈ ഒരു വണ്ടിക്ക് ഈ ഒരു വശങ്ങളിൽ കാണാനുള്ളതാണ്. വലിയ ടാക്കോമീറ്ററും ഇടതുവശത്ത് സ്പീഡോമീറ്റർ കാണാം. പക്ഷേ ഈ ടാക്കോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മീറ്ററിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആ റേഡിയോയുടെ കാര്യങ്ങൾ, അതല്ലെങ്കിൽ മോഡുകളൊക്കെ തന്നെ മാറ്റാനും, മ്യൂസിക് കളക്ഷൻ, സേവ്ഡ് സ്റ്റേഷൻസ്, FM, ആ ഒരു MID അല്ലെങ്കിൽ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ആ ഒരു ടാക്കോമീറ്ററിലാണെന്നുള്ളതാണ്. വലതുവശത്ത് ആ ഒരു എഞ്ചിൻ ടെമ്പറേച്ചർ മീറ്റർ കാണാം, ഇടതുവശത്ത് ആ ഒരു ഫ്യൂൽ മീറ്റർ ഉണ്ട്. ഇനി സ്പീഡോമീറ്റർ കേട്ടോ. BMW iDrive സിസ്റ്റം ഫ്ലോട്ടിംഗ് സ്ക്രീനായിട്ട് നിൽക്കുന്നുണ്ട്. കൂടാതെ ഡാഷ്ബോർഡിൽ ഈ ഒരു ഇൻസേർട്ടൊക്കെ മനോഹരമാണെന്ന് കാണാം. അലുമിനിയം ഇൻസേർട്ട് കാണാം. കൂടാതെ ഗ്ലോ ബോക്സ് അത്യാവശ്യം വലിയ ഗ്ലോ ബോക്സ് ആണ്, ലൈറ്റൊക്കെയുള്ള ഗ്ലോ ബോക്സ് തന്നെയാണ് ലക്ഷറി കാറുകളിലെ തനതായിട്ടുള്ള കാര്യം. കൂടാതെ ഈ ഒരു AC ഡിസ്പ്ലേ ഉണ്ടോ, ഈ AC സ്വിച്ചുകളൊക്കെ തന്നെ തീർത്തും പ്രീമിയം എന്ന് തന്നെ പറയാം. ഇത് ആ ഒരു മീഡിയയുടെ മെമ്മറികളും കാര്യങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും സെറ്റുകളാണ്. ഇത് വോളിയം ബട്ടണും ഓഫുമാണ്. ഇനി നമുക്ക് ഈ ഒരു iDrive എന്ന് പറയുന്നത് ടച്ച് സ്ക്രീൻ കൂടി ഉണ്ടെന്നുള്ളത് ഒരു ഗുണമായിട്ട് കാണാം. പിന്നീട് ചിപ്പിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അവർ കുറച്ച് കാലത്തേക്കെങ്കിലും ഈ ടച്ച് ഇല്ലാണ്ടാക്കിയിരുന്നു. ഇനി ഇതിനകത്താണെങ്കിൽ നാവിഗേഷൻ, കമ്മ്യൂണിക്കേഷൻ, മൈ വെഹിക്കിൾ, കണക്റ്റഡ് ഡിവൈസ്, നോട്ടിഫിക്കേഷൻ, മീഡിയ, റേഡിയോ, ഈ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇനി ഹോമിലേക്ക് പോയിട്ട് ഒന്നിങ്ങനെ നമ്മൾ അങ്ങോട്ടും കൊണ്ടാക്കി കഴിഞ്ഞാൽ തീർത്തും റെസ്പോൺസീവ് ആയിട്ടുള്ള, തീർത്തും മികച്ച ഒരു സിസ്റ്റമാണെന്ന് മനസ്സിലാവും. ടച്ചായിട്ട് യൂസ് ചെയ്യാം. കൂടാതെ നമുക്കൊരു iDriveൻ്റെ ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനെയൊന്നും അകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത് ഇതൊരു ഇത്തിരി പഴയ വണ്ടിയാണ് എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇവിടെ താഴെ നമുക്ക് ആ ഒരു ബട്ടൺസൊക്കെ തന്നെ കാണാം, AC കൺട്രോൾസ് കാണാം. ഈ ഡ്യുവൽ സോൺ ACയുടെ ഈ ഒരു കൺട്രോൾസും സ്വിച്ചുകൾ തന്നെ സോഫ്റ്റ് ടച്ചാണ്. BMW ടിപ്പിക്കൽ BMW. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അതിനകത്തൊരു ആസ്ട്രേ കാണാം, കപ്പ് ഹോൾഡർ ഉണ്ട്. ഇവിടെ ആ ഒരു ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും സ്പോർട്ട്, ഇക്കോ, പ്രോ എന്നുള്ള ആ ഒരു മോഡുകളിലേക്ക് മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് പാർക്കിംഗ് സെൻസറിൻ്റെ ആ ഒരു ഓപ്ഷനാണ്. ഇനി പാർക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് തീർത്തും മെക്കാനിക്കൽ ബ്രേക്കാണ്. ഇനി തുറക്കാനാവുന്ന ഒരു ആംറസ്റ്റ് ഉണ്ട്. ഈ ആംറസ്റ്റിനകത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ തന്നെ ഉണ്ട്. ഈ ഒരു ഇൻസേർട്ട് കണ്ടോ, ഈ ഒരു ഇൻസേർട്ട് എന്ന് പറയുന്നത് ഡാഷ്ബോർഡിലും അതല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ആ ഒരു ഡോർ ഹാൻഡിലും ആ ഒരു ഇൻസേർട്ട് ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് iDrive കുറച്ചും കൂടി ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ബട്ടണിലാട്ടോ. കാരണം ഈ ഒരു ബട്ടണിൽ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടും ചെയ്യാം, ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ കൈ എടുത്ത് നമ്മുടെ ഡ്രൈവ് ഡിസ്ട്രാക്റ്റ് ആവില്ല എന്നുള്ള കാര്യമുണ്ട്. കണക്റ്റഡ് ഡ്രൈവ്, നോട്ടിഫിക്കേഷൻ, മീഡിയ, റേഡിയോ, മൈ വെഹിക്കിൾ, അതിനകത്ത് തന്നെ iDrive സെറ്റിങ്സ്, ഡ്രൈവർ പ്രൊഫൈൽസ്, വെഹിക്കിൾ ചാർട്ട്സ്, എല്ലാ കാര്യങ്ങളും കാണാനുള്ള കേട്ടോ. സൺ വൈസറുകളിൽ മിററും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ലൈറ്റോട് കൂടിയ മിറർ ഉണ്ട്, ഇടിയോട് കൂടിയ മഴ എന്ന് പറയുന്ന പോലെ. കൂടാതെ ഇവിടെ നമുക്ക് ആ ഒരു പാനൽ കാണാം. പാനലിൽ സൺറൂഫിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലൈറ്റ് LED ആണ്. അത് മാത്രമല്ല ഡ്രൈവർ സൈഡിൽ നമുക്ക് ആ ഒരു മിറർ ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് സൺറൂഫ് അല്ലെങ്കിൽ സൺറൂഫിൻ്റെ കവർ എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് സൺറൂഫിൻ്റെ കവർ തുറക്കാം. വലിയ പനോരമിക് സൺറൂഫാണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രമേ തുറക്കുള്ളൂ എന്നേ ഉള്ളൂ. ഇതാണ് BMW 330iയുടെ ഹെഡ്ലൈറ്റ്സ് കൺട്രോൾസ്. ഓട്ടോ ഹെഡ് ലാംപ്സ്, 0 പാർക്ക് ഹെഡ് ലാമ്പ് എന്നുള്ള പൊസിഷൻസ് കാണാം. ഇത് ആ ഒരു ഫോഗ് ലാംപ്സ് ആണ്. ഇനി ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ ഈ ഒരു ബട്ടൺസും കാര്യങ്ങളും കാണാം. ഈ ലിമോഡും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ലിമിറ്റാണ്, സ്പീഡ് ലിമിറ്ററാണിത്. കൂടാതെ ക്രൂസ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്. കൂടാതെ M സ്പോർട്ട് എന്നുള്ള ലോഗോ ഇവിടെ ഉണ്ട്. മാത്രമല്ല വട്ടത്തുള്ള സ്റ്റിയറിംഗ് ആണ്. താഴെ ആ ഒരു ബോട്ടം ഫ്ലാറ്റാക്കി വൃത്തികേടാക്കിയിട്ടില്ല. ഒരുപാട് എന്താ പറയുക, ആ ഒരു അലുമിനിയം സെറ്റുകളും കാണാമെന്നുള്ളതാണ്. ഈ 330iയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ബാക്ക് സീറ്റാണ്. ആ ഒരു ലെഗ് റൂം ഉണ്ടോ, ഞാനിരുന്ന് ഓടിക്കുന്ന ലെഗ് റൂമും ആ ഒരു പിന്നിലെ ലെഗ് റൂമും തീർത്തും വലിയ ലെഗ് റൂമാണ് മനസ്സിലാവും. AC വെൻസ് കാണാം. മിഡിൽ ഹമ്പ് വലുതാണ്. 2 പേർക്ക് സുഖമായിട്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ആംറസ്റ്റൊക്കെ യൂസ് ചെയ്യാം. ആംറസ്റ്റിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സീറ്റ് ബെൽറ്റുകളുണ്ട്. തീർത്തും എന്താ പറയുക, സ്ഥല സൗകര്യമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള കാറാണ്. ഇപ്പോൾ കൂപ്പയിലേക്ക് ആണെങ്കിലും ഹെഡ് റൂമിന് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. ലെഗ് റൂം, പ്ലെൻറ്റി ഓഫ് ലെഗ് റൂം ഉണ്ട്. നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. നല്ല ഹെഡ് റൂം ഉണ്ട്. നല്ല ഷോൾഡർ റൂം ഉണ്ട്. അപ്പോൾ 4 പേർക്ക് സുഖമായിരുന്ന യാത്ര ചെയ്യുന്ന വണ്ടി എന്ന നിലയ്ക്ക് ഈ 330ക്ക് തീർത്തും റിലവൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഈ വണ്ടി ഓടിക്കണം. 2 പ്രശ്നങ്ങളാണ് തീർത്തും ഞാൻ അഭിമുഖീകരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് വെളിച്ചക്കുറവാണ്, ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒന്ന് ഓടി നടന്ന ഒരു ക്യുക്ക് റിവ്യൂ പോലെ ഇവൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിക്കാം, ചെറുതായിട്ടൊന്ന് ഓടിക്കാം. ഒരു ക്യുക്ക് ഡ്രൈവാണ്, ഈവനിങ്ങിലുള്ള ക്യുക്ക് ഡ്രൈവാണ്. അർബാനിയ ഓടിച്ച് തൊട്ട് പിന്നാലെ വന്ന് എടുത്ത് ഓടിക്കുന്നതാണ്. അതിൻ്റെ ഒരു സമയപരിമിതി കൊണ്ടാണ് ഒന്ന് ഓടിച്ച് ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ 330i ഒരു ഇത്തിരി സ്പെഷ്യലാണ്. ഇത് ആ ഒരു ജനറേഷൻ അവസാനം വന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ ഇറങ്ങിയിട്ടില്ല. കുറച്ച് നമ്പേഴ്സ് ഇറങ്ങുമ്പോൾ തന്നെ വണ്ടിയുടെ ജനറേഷൻ മാറി. പിന്നീട് വന്നതെല്ലാം പുതിയ വണ്ടിയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരിത്തിരി എക്സ്ക്ലൂസിവിറ്റി ഉള്ള വണ്ടിയാണിത്. അതായത് ഈ 330i എന്ന് പറയുന്നത് അധികം പേരുടെ കയ്യിൽ കാണില്ല എന്നാണ്. പ്രത്യേകിച്ചും ഇത് M സ്പോർട്ടുമാണ്. ഇപ്പോൾ BMW ഡ്രൈവിങ്ങിൻ്റെ ഒരു കാര്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം BMW ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡ്രൈവേഴ്സ് കാറാണ് എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമല്ല. കാരണം ഏതൊരു എന്തൂസിയാസ്റ്റിനും അറിയാവുന്നൊരു കാര്യമാണ് BMW ഡ്രൈവേഴ്സ് കാറാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഓടിക്കുമ്പോൾ ആ ഒരു ഫൺ ഫാക്ടർ നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇതൊരു 4 സിലിണ്ടർ വണ്ടിയാണ്. അതായത് 4 സിലിണ്ടർ എന്ന് പറയുമ്പോൾ 330i നിങ്ങൾക്കറിയാം 4 സിലിണ്ടറാണ്. ഏകദേശം 248 HP പവർ ഉണ്ട്. കൂടാതെ 350 Nm ടോർക്കും ഉണ്ട്. അപ്പോൾ കാലോടെ നമുക്ക് ആ ഒരു ഫീൽ മുഴുവൻ കിട്ടും. ഞാൻ ആ ഒരു കംഫർട്ട് മാറ്റി സ്പോർട്ട് പ്ലസ് എന്നുള്ള ആ ഒരു മോഡിലേക്ക് മാറ്റാണ് ഓടിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ഒരുപാട് മോഡുകളുണ്ട്. പക്ഷേ
ഈക്കോ പ്രോ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടും ആ ഒരു സ്പോർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം പവർഫുള്ളായിട്ട് ഓടിക്കാനും. അപ്പോൾ ഈ ഒരു സ്പോർട്ട് പ്ലസ് മോഡാക്കിയപ്പോൾ ആ ട്രാക്ഷൻ കൺട്രോളർ ഓഫായിട്ടുണ്ട്. ഞാനൊന്ന് കാല് കൊടുത്തെടുക്കാം. ശരിക്കും കണ്ടോ ആ ഒരു ചാട്ടം കണ്ടില്ലേ? തീർത്തും ഡെയിലി ലൈഫിൽ ഫൺ ഫാക്ടറോട് കൂടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന വണ്ടി ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു BMW എന്ന ലളിതമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളിൽ കുറച്ച് റെയറും കൂടി ആയാലോ, അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അപ്പ് ഫോർ സെയിലാണ്. ഇത് വിൽക്കാനുള്ള വണ്ടിയാണ്. 2021 മോഡലാണ്, 2020 മാനുഫാക്ചർ, അതായത് 2001 രജിസ്ട്രേഷൻ. അങ്ങനെ പറയുമ്പോൾ ഏകദേശം 52 ലക്ഷം രൂപയോളമാണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. അപ്പോൾ അജു ഈ ഒരു വണ്ടിയുടെ ആ ഒരു സെല്ലിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി, ഇത് നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഒരു എക്സ്ക്ലൂസിവിറ്റി തന്നെയാണ്. കൂടാതെ BMW ആയിട്ടുള്ള എല്ലാ ഫണ്ണുമുണ്ട്. ബാക്കിൽ സീറ്റ് ആ ഒരു കംഫർട്ടും അല്ലെങ്കിൽ സ്പേസും കുറച്ച് കൂടുതലാണ് എന്നുള്ളതും ഒരു ഗുണമായിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് വെളിച്ചമില്ലായ്മയാണ്. അതുകൊണ്ട് ഒരു ഇത്തിരി ഇരുണ്ടിരിക്കുന്നതായിട്ട് തോന്നാം. അത് ഒന്നുകൂടി പറയണം, കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഇത്ര പെട്ടെന്ന് ചെയ്ത വീഡിയോ ആണ്, കുറേ കാര്യങ്ങൾ മിസ് ചെയ്തൊക്കെ. ഈ ഒരു എന്താ പറയുക ഡ്രൈവ് മോഡും കാര്യങ്ങളൊക്കെ ഞാൻ പറയാനുള്ള ഓരോ മോഡെടുത്ത് വണ്ടി ഓടിച്ച് കാണിക്കുക അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യാത്തതുകൊണ്ടാണ്. എന്നാലും ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓടിക്കാനായിട്ട് അത്യാവശ്യം ഫൺ ഫാക്ടറുള്ള വണ്ടിയാണ്. ഫ്യൂവൽ എഫിഷ്യൻസ് ആൻഡ് ഫൺ ഫാക്ടർ രണ്ടും കൂടി ചേർന്ന വണ്ടിയായിട്ട് നമുക്കൊരു വണ്ടിയെ കാണാൻ തോന്നുന്നു. അതായത് 12 കിലോമീറ്ററോളം ഒക്കെ നമുക്ക് റിയൽ ലൈഫിൽ അച്ചീവ് ചെയ്യാവുന്നൊരു ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള ഒരു വണ്ടി. ആ ഒരു വണ്ടിക്ക് അത്യാവശ്യം ഫൺ ഫാക്ടറും കൂടി വരുമ്പോൾ അതാണ് ഈ ഒരു 330i എന്ന് പറയുന്നൊരു മോഡൽ. ഈ ഒരു പർട്ടിക്കുലർ മോഡലിൽ റൺ ഫ്ലാറ്റ് ടയേഴ്സാണ്. കൂടാതെ ഈ ഒരു വണ്ടിയുടെ ടയറൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷൻ ആട്ടോ. ഇത് അധികം ഓടിയിട്ടില്ല. ഇത് ആകെ 10,000 കിലോമീറ്റർ താഴെ 9,000 സംതിങ് ഓടിയ വണ്ടിയാണ്. അപ്പോൾ ആ ഒരു പുതുമയും ഈ വണ്ടിക്കുണ്ട്. അതും ഇത് വാങ്ങുന്ന ആൾക്കുള്ള ഗുണമാണ്. പിന്നെ ഫൺ ഫാക്ടറിൻ്റെ കാര്യത്തിൽ BMW സ്റ്റിയറിങ്ങിനെ കുറിച്ച് 8 സ്പീഡ് ZF8ൻ്റെ ആ ഒരു ഗിയർ ബോക്സിനെ കുറിച്ച് ഒന്നും പറയില്ല. അതായത് ഫണ്ണിലുള്ള വ്യത്യാസങ്ങളെ വരുള്ളൂ. ഫൺ കുറവ് കൂടുതൽ അങ്ങനെയുള്ള കാര്യമേ ഉള്ളൂ. ഫൺ ഇല്ലായ്മ ഒരിക്കലും വരില്ല. അതായത് BMW എന്ന് പറഞ്ഞാൽ ഫൺ ഫാക്ടറുള്ള കാറാണ്. ഇപ്പോൾ കുറച്ചുകൂടി കൂടിയ വണ്ടി എടുത്താൽ കുറച്ചുകൂടി ഫണ്ണ് കൂടുതൽ കിട്ടും, കുറച്ചുകൂടി കുറഞ്ഞ വണ്ടി എടുത്താൽ കുറച്ച് ഫണ്ണ് കുറയും. ഫൺ ഇല്ലായ്മ എന്ന പ്രശ്നം BMW വരുന്നില്ലല്ലോ. ഡ്രൈവേഴ്സ് കാറാണല്ലോ BMW എന്ന് പറയുന്നത്. പാഡ് ഷിഫ്റ്റ് ഉണ്ട്, നമുക്ക് ഷിഫ്റ്റൊക്കെ തീർത്തും ക്യുക്കാണ്. ഇപ്പോൾ ഞാൻ M2 എന്ന് പറയുന്നത് മാനുവൽ 2-ലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ട്രാക്ഷൻ ഓഫ് ചെയ്ത് കണക്ക് ഈ ഒരു ത്രില്ലിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് BMW മാത്രം ഒരു ഗുണമാണ്. ഞാൻ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാലോടത്ത വണ്ടി പറന്ന് കയറി പോകുന്ന ഒരു കാര്യമൊക്കെ ഉണ്ട്. തീർത്തും ഫൺ ഫാക്ടറുള്ള, തീർത്തും ഓടിക്കാൻ രസമുള്ള. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ വണ്ടി വാങ്ങുന്ന ഒരാൾക്ക് യൂസ്ഡ് കാർ കൂടി പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ 10,000 താഴെ ഓടിയ വണ്ടി ഏകദേശം പുതിയ വണ്ടി പോലെ എന്ന നിലയ്ക്ക് തന്നെ കിട്ടും എന്നുള്ളത് ഒരു ഗുണം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. യൂസ്ഡ് കാർ വാങ്ങാൻ നോക്കുന്ന ആൾക്ക് പറ്റിയ വണ്ടികൾ നമ്മൾ ഈ സീരീസിലൂടെ കൊണ്ടുവരും. അതായത് 330i കൊടുന്ന പോലെ അടുത്ത മോഡൽ, അതല്ലെങ്കിൽ വേറെ മോഡലൊക്കെ കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും ഈ വണ്ടിയുടെ കാര്യങ്ങൾക്കായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. അപ്പോൾ അത്രേ പറയുന്നുള്ളൊരു ക്യുക്ക് ഡ്രൈവ് ആയിരുന്നു. അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.